സ്വാഗതം. ചില ആൾക്കാരുണ്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞാലും അതിനകത്ത് അർത്ഥങ്ങൾ മനസ്സിലാക്കാതെ അതിനകത്ത് വാക്കുകൾ മാത്രം എടുത്ത് ജീവിതത്തിൽ അങ്ങ് പ്രവർത്തിക്കും. ഇപ്പോൾ നമ്മളെ വെറുപ്പിച്ച് പണ്ടാരടങ്ങുന്ന ഒരുത്തിനോട് അത്ര അസുഖമാണെങ്കിൽ കുറച്ച് പച്ചക്കപ്പൊക്കെ എടുത്ത് തേക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് അർത്ഥം മനസ്സിലാക്കാതെ പച്ചക്കപ്പയ്ക്ക് കിലോ എത്ര വിലയെന്ന് ചോദിക്കുന്നവരുണ്ട്. ഇതേപോലെ പണ്ട് ഗെയിം ഓഫ് ത്രോൺസിലെ പെർഫോമൻസിന് ലോകപ്രസിദ്ധമായ പീറ്റർ ഡെഗ്ലച്ച് ഒരു വേദിയിൽ വെച്ച് പറയുണ്ടായി, മോട്ടിവേഷന് വേണ്ടി പറഞ്ഞ ഇതാണെങ്കിൽ ഇതിനകത്ത് ഫെയിൽ അഗൈൻ എന്ന് പറയുന്ന വാക്ക് മാത്രം എടുത്ത് അത് ജീവിതത്തിൽ പരമാർത്ഥമാക്കുന്ന ഒരു വ്യക്തിയുണ്ട് അങ്ങ് വടക്കേ ഇന്ത്യയിൽ. ടൈഗർ ഷ്രോഫ് അണ്ണൻ ആകെ ചെയ്തിട്ടുള്ള 15 പടങ്ങളിൽ ആദ്യത്തെ പടവും പിന്നെ ബാക്കി സീരീസിലെ കുറച്ച് പടങ്ങളും അല്ലാതെ ബാക്കി എല്ലാം നല്ല ഒന്നാന്തരം ഗുണ്ടുകൾ. അണ്ണനാണെങ്കിൽ ഈ സീരീസ് പടങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ പുതിയ സീരീസ് അങ്ങ് അനൗൺസ് ചെയ്യും. പക്ഷേ പണ്ടെണ്ണം തുടങ്ങിയ ഒരു സീരീസ് ഹിറ്റാക്കി കൊടുത്തതിൻ്റെ ദണ്ണം ഈ ദിവസം വരെ അനുഭവിക്കുന്ന ജനങ്ങൾ ഇപ്പോൾ അണ്ണൻ ഏത് സെക്കൻഡ് പാർട്ട് ഇറക്കിയാലും എന്തിന് ഈ പടം ഹിറ്റായാൽ സെക്കൻഡ് പാർട്ട് വരാൻ സാധ്യതയുണ്ടെന്ന് അറിയാവുന്ന പടങ്ങളാണെങ്കിൽ പോലും പൊട്ടിച്ച് കൈ കൊടുക്കും. അങ്ങനെ അദ്ദേഹം ചെയ്ത സ്റ്റുഡൻറ് ഓഫ് ദി ഇയർ 2, ഹീറോപന്തി 2, ഗൺപത്, ബഡേമിയൻ, ചോട്ടേമിയൻ, സിംഗം അഗൈൻ എല്ലാം തപ്പരുപരാന്ന് പറഞ്ഞ് പൊട്ടിച്ച് കൈ കൊടുത്തപ്പോൾ ഇനിയൊരു ഹിറ്റ് വേണമെങ്കിൽ അത് തന്നെ ചെയ്യണമെന്ന് മനസ്സിലാക്കി ടൈഗർ അണ്ണൻ ആ പരിപാടി ചെയ്തു. ബാക്കി 4 അനൗൺസ് ചെയ്തു. പിന്നെ അറിയാലോ ഇപ്പോൾ വയലൻസ് ആണല്ലോ ട്രെൻഡ്. എന്തോന്ന് മാർക്കോ, എന്തോന്ന് ആനിമൽ. സ്ക്രീനിലൊരുത്തനെ കൊല്ലുന്നത് മാത്രമല്ല വയലൻസ്, കണ്ടുകൊണ്ടിരിക്കുന്നവനെ മാനസികമായിട്ട് കൊല്ലാകൊല ചെയ്യുന്നതും വയലൻസ് ആണെന്ന് ടൈഗർ അണ്ണൻ ഈ പടത്തിൽ തെളിയിച്ചിട്ടുണ്ട്. ഞാനധികം ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് കാര്യപരിപാടികളിലേക്ക് കിടക്കാം. അപ്പോൾ ഭാഗി 4. അപ്പോൾ പാടം തുടങ്ങുമ്പോൾ ഒരു ടോറസ് ടൈഗർ സാർ പോകുന്ന സ്കോഡയിൽ ഇടിച്ച് അത് 20 അടി ആകാശത്തോട്ട് പൊങ്ങി കുറേ നേരം സമ്മർ സോൾട്ട് അടിച്ച് പടക്കമെന്ന് പറഞ്ഞ് താഴെ വീണതും തെറിച്ച് എന്ന് റെയിൽവേ ട്രാക്കിൽ വീഴും. ആ സമയത്ത് കറക്റ്റായിട്ട് അത് വീഴുന്ന കുർള എക്സ്പ്രസ് ആ കാറിനെ അടിച്ച് തെറിപ്പിക്കും. ക്ലൈമാക്സ് പോസിറ്റീവാണ്. അതായത് നിന്ന് കത്തുന്ന കാർ നിരങ്ങി ചെന്ന് ട്രാക്കിൽ വീണാലും പരലോകത്തോട്ട് ടിക്കറ്റ് അടിച്ച് കൊടുക്കാൻ കാലം പോലും ഭയപ്പെടുന്ന ഒരു പ്രത്യേകതരം ചിരജീവിയാണ് നമ്മുടെ ടൈഗർ സാർ. അങ്ങനെ ചോരയിൽ ബാത്ത് ചെയ്ത ടൈഗർ സാർ ഹോസ്പിറ്റലിൽ എത്തിയതും കോമയിലാവും. ടൈഗർ സാർ കോമയിലാണെങ്കിൽ നമുക്ക് അപ്പോഴേ ഒരു ഫുൾ സ്റ്റോപ്പ് വീണ മട്ടാണ്. അങ്ങനെ കോമയെ ജസ്റ്റ് ഒരു കോമയെ കണ്ട് ജീവിതത്തിന് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാനായിട്ട് യശശരീരയായ കാമുകിയുടെ മാക്സിമം ഫോട്ടോഷൂട്ട് വീഡിയോയും കണ്ട് കരഞ്ഞു പിഴിഞ്ഞ് കഞ്ചാവും വലിച്ച് ടെറസിന്റെ പക്കത്തോടെ നടക്കുമ്പോഴാണ് ടൈഗർ സാർ താഴെ എന്തോ ഒരു ആഘോഷം കണ്ടത്. ഏതോ അമ്മ അവന്റെ ബോഡി കൊണ്ടുപോകായിരുന്നു. ടൈഗർ അണ്ണൻ ഇഷ്ടപ്പെട്ടില്ല. ഇവിടെ അടുത്തും ചങ്ക് പൊട്ടിയിരിക്കുമ്പോഴാണ് അവന്റെ വല്യപ്പന്റെ 16. അതും സ്പീക്കറിൽ പാട്ടും വെച്ച് ലൈറ്റും കത്തിച്ച് മാക്സിമം മോഡലായിരുന്ന ചേച്ചിയെ മനസ്സിൽ ധ്യാനിച്ച് ബാത്റൂമിൽ ക്ലീവേജും കാണിച്ച് 110 kV പവർ വരുന്ന ലൈൻ അണ്ണൻ ഇങ്ങനെ വലിച്ചൂരും. അയ്യോ അല്ലണ്ണ, ഞാൻ പറയായിരുന്നു അവൻ അത്രയൊക്കെ ചെയ്തിട്ടും അണ്ണന്റെ അത്രയും പവർ വന്നില്ല എന്ന്. എന്തായാലും ആനിമൽ കണ്ട് കോപ്പി അടിച്ചാണെന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പുല്ലാണെന്നുള്ള മട്ടിൽ കുറേ മാസ്ക് വെച്ച ബോഡി ഗാർഡ്സ് വായി നോക്കി നിൽക്കുന്ന സമയത്ത് ടൈഗർ അണ്ണൻ കറണ്ട് ഉണ്ടെങ്കിൽ നീയൊക്കെ നിന്റെ അമ്മൂമ്മയുടെ ബിനാലെ നടത്തുമെന്ന് പറഞ്ഞ് കറണ്ടും വലിച്ചൂരി കാലും കവിച്ച് ഡെഡ് ഗ്രാൻഡ് പേടെ മോളിൽ കയറി നിൽക്കും. ജീവിച്ചിരിക്കുന്നവനും ജഡത്തിനുമുണ്ട് അവകാശം. അനാദരവിനെതിരെ, ആൾക്കൂട്ടങ്ങൾക്ക് മുന്നിൽ തുറന്നു വെക്കപ്പെടുന്നതിനെതിരെ, അപമാനിക്കപ്പെടുന്നതിനെതിരെ, റൈറ്റ് അഗൈൻസ്റ്റ് ഇൻഡീസന്റ് എക്സ്പോഷർ. നിങ്ങൾ അസാൾട്ട് ചെയ്യുന്നത് സതീഷ് ചന്ദ്രനെയല്ല, പത്രസ്വാതന്ത്ര്യത്തെയാണ്. ഓർത്തോ. ക്ലീവേജ്, നേവല്, തൈസൊക്കെ സെറ്റ്. പക്ഷേ സജി ആണല്ലേ, എനിക്കും തോന്നി. അതിപ്പോ ശരിയാക്കാം. ഇത്രയും നേരത്തെ മോണോ ആക്ട് ഇഷ്ടപ്പെടാത്തവർക്ക് വേണ്ടി ടൈഗർ അണ്ണൻ അവതരിപ്പിക്കുന്ന പുതിയ കലാരൂപം ഇലക്ട്രിക് ലൈനിൽ നിന്ന് ബീഡി വലിക്കുക. തന്റെ മോന്തക്ക് തീ പിടിച്ച ഒറ്റ ആന്തല കട മുഴുവൻ കത്തിപ്പോവും. എന്തായാലും ആ പറഞ്ഞത് ടൈഗർ അണ്ണൻ ഇഷ്ടപ്പെട്ടില്ല. കാരണം വലിയൊക്കെ നിർത്തിയിട്ട് അടി അങ്ങ് തുടങ്ങും. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കണേ, അവൻ യാറ് വമ്പ് തുമ്പുക്കും പോകാമോ പോയിട്ടുണ്ട്. അവിടെ വലിഞ്ഞു കയറി ചെന്ന് എല്ലാം അണ്ണനെ തൂത്ത് വരി എടുത്തിട്ട് ഇടിക്കുന്നു. ഇന്ന് വഴി കൂടെ പോയ ഏതോ ഒരുത്തൻ നാളെ വഴിയാധാരമാവുന്നത് ചിലപ്പോൾ ഞാനായിരിക്കും മനസ്സിലാക്കി ടൈഗർ അണ്ണൻ്റെ സ്വന്തം അണ്ണൻ അങ്ങേരെ തൂക്കി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അവിടെ ചെല്ലുമ്പോഴാണ് നമ്മൾ ആ വലിയ ട്വിസ്റ്റ് അറിയുന്നത്. ടൈഗർ അണ്ണൻ ഇത്രയും മാസമായിട്ട് അടിയുണ്ടാക്കിയ ഇടത്ത് ആരും ഇല്ലായിരുന്നു. ഡോക്ടർ ഇതൊക്കെ അണ്ണൻ്റെ ഹാലൂസിനേഷൻ ആണെന്ന് പറയും. ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഒറ്റയ്ക്കാണെന്നുള്ള രീതിയിൽ അണ്ണൻ അഭിനയിക്കാറ്. അപ്പോഴാണ് ഈ ഹാലൂസിനേഷൻ പഞ്ചായത്ത്. എന്തായാലും ഡോക്ടർ ആ പറഞ്ഞത് അണ്ണൻ ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ അണ്ണൻ എന്ത് ചെയ്ത് കാണും? ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ തുണി പൊക്കി കാണിക്കും. ഞാൻ ഡോക്ടറെ ചീത്ത വിളിച്ച് അവിടുന്ന് ദേഷ്യപ്പെട്ട് പുറത്തിറങ്ങിയ ടൈഗർ അണ്ണൻ അടുത്ത ഒരു പരിപാടി ചെയ്യും. അതെന്താന്ന് പറയാം? ആർക്കെങ്കിലും പറയാം. പറഞ്ഞു നോക്കിയേ. ഒരു സംഭവം വഴിയാണ്. സാർ പ്ലീസ്, സാറിന് പറ്റുമെന്ന് എനിക്കറിയാം. വേറെ ആരെങ്കിലും ഉണ്ടോന്ന്? വേറെ ആർക്കെങ്കിലും അറിയാമോ? ബാക്കിയുള്ളവർക്ക് കൊടുത്ത സമയത്തിന്റെ പകുതി പോലും തരണ്ട. പക്ഷെ അഭിലാഷിന്റെ ചോദ്യത്തിന്റെ എത്രയെങ്കിലും സമയം തരണം. ഇടയ്ക്ക് ഇന്ററപ്റ്റ് ചെയ്യരുത്. അഭിലാഷോ? ഏത് അഭിലാഷ്? എന്റെ അഭിലാഷ് ഒരു വരി പറയട്ടെ. പറയൂ. ഒന്ന്, എന്റെ നെഞ്ചിൽ കുത്തിയിരിക്കുന്ന ഇന്ത്യൻ ഫ്ലാഗ് ആണ്. നെഞ്ചിലുണ്ടിലുള്ള അയ്യപ്പ സ്വാമിയാണ് സത്യം. ജസ്റ്റിസ് ദീപക് മിശ്ര കള്ളനാ. അണ്ണാ, നമുക്ക് അതല്ല ഇവിടെ വേണ്ടത്. എന്റെ അഭിലാഷ് ഒരു വരി പറയട്ടെ. വേണ്ട, ഞാൻ തന്നെ പറഞ്ഞോളാം. അണ്ണൻ വീണ്ടും പുറത്തിറങ്ങി ദിവംഗതനായ അപ്പൂപ്പന്റെ ഫോട്ടോയിൽ കത്തിച്ച് വെച്ചിരുന്ന മെഴുകുതിരിന്ന് വീടി കത്തിക്കും. എന്തായാലും ടൈഗർ അണ്ണന്റെ വട്ട് കണ്ടിട്ട് കൊതിയായ പ്രാന്താശുപത്രിയിലെ പേഷ്യൻസ് വാവളന്ന് എന്ന് പറയുന്നതിന് മുന്നേ തന്നെ അണ്ണൻ വണ്ടി എടുത്ത് സ്ഥലം വിടും. അണ്ണൻ പോയതിനു ശേഷം അണ്ണന്റെ അണ്ണനും അണ്ണന്റെ ഡോക്ടറുമായിട്ട് വൻ ചർച്ച. ടൈഗർ അണ്ണന്റെ അണ്ണൻ പറയും ടൈഗർ അണ്ണൻ ആക്സിഡന്റിന് ശേഷം ഒരു പെണ്ണിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് നടപ്പുണ്ട്. പക്ഷേ അങ്ങേര് ആ പെണ്ണിനെ ഇതുവരെ കണ്ടിട്ടില്ല എന്ന്. അവളെ നേരിട്ട് കാണുന്നൊക്കെ പോട്ടെ, അവളുടെ ആധാർ കാർഡ്, പാൻ കാർഡ്, പാസ്പോർട്ട്, റേഷൻ കാർഡ് ഇങ്ങനെ ഒന്നും അങ്ങേര് കണ്ടിട്ടില്ല എന്ന്. അപ്പോഴേക്കും ഡോക്ടർക്ക് മനസ്സിലായി ഇത് അത്ര പന്തിയായിട്ടുള്ള കേസല്ല. അങ്ങേര് നൈസായിട്ട് ഊരാൻ നോക്കും. പക്ഷെ ഇങ്ങനെ വിടണ്ടേ? രാമോരമെസ്സിയോട് ഞാൻ എന്ത് പറയണം? പോയി തൂങ്ങിച്ചാവാൻ പറയണം. ഞാൻ പറഞ്ഞു നോക്കാം, അയാൾ കേൾക്കുമെന്നറിയില്ല. അവസാനം എന്നെ ഒന്നും പറയരുത്.
അപ്പോൾ ഇത്രയും നേരം ടൈഗർ അണ്ണന്റെ സെമി ന്യൂഡ് കണ്ടില്ലേ? ബോറടിക്കാൻ പാടില്ലല്ലോ, റെപ്രസെന്റേഷൻ മുഖ്യം. അതുകൊണ്ട് തൊട്ടടുത്ത സീനിൽ അവതരിപ്പിക്കുന്നു സോനം ചേച്ചിയുടെ സെമി ന്യൂഡ്. അപ്പോൾ ചേച്ചിയെ ടൈഗർ അണ്ണന്റെ അണ്ണൻ അയച്ചതാണ് ഒരു 2 മണിക്കൂറത്തേക്ക് ടൈഗറിനെ ഒന്ന് ഉറക്കി കിടത്താൻ. പക്ഷേ ചേച്ചി അണ്ണനോട് കഷ്ടകാലത്തിന് പറയും 2 മണിക്കൂറുണ്ട് എന്ത് വേണമെങ്കിലും ചെയ്തോളാൻ. അങ്ങനെ ഡിങ്കോൾഫിക്ക് വന്ന ചേച്ചിയെ കൊണ്ട് അണ്ണൻ ഡിഷ് വാഷ് ചെയ്യിപ്പിക്കും. അങ്ങേര് ചേച്ചിയുടെ ദേഹത്ത് തൊട്ടില്ലെന്ന് മാത്രമല്ല വേറെ ഒരുത്തനെ തൊടാനും സമ്മതിക്കില്ല. അങ്ങനെ ആളുകൾക്ക് ചേച്ചിയെ തൊടാൻ താല്പര്യമില്ലാത്ത ചേച്ചിയുടെ വസ്ത്രധാരണത്തിന്റെ പ്രശ്നമാണെന്ന് മനസ്സിലാക്കിയ ചേച്ചി തൊട്ടടുത്ത ഷോട്ടിൽ തന്നെ കണങ്കാല് വരെ നീളമുള്ള ഒരു കുർത്തി ഇട്ടുകൊണ്ട് വരും. എന്തായാലും കുർത്തിയിട്ട് വന്നപ്പോഴാണ് സോനം ചേച്ചിയെ ടൈഗർ അണ്ണൻ അദ്ദേഹത്തിന്റെ ഹൃദയത്തിലെ ഉൾനാമ്പുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. അണ്ണൻ ഇങ്ങനെ ചേച്ചിയും കൊണ്ട് കണ്ണി കണ്ട സ്ഥലത്തൊക്കെ ചെന്നിട്ട് ഇങ്ങനെ ബ്രേക്ക് അടിച്ച് നിൽക്കും. എന്നിട്ട് പഴയ കാര്യങ്ങൾ ഓർക്കും. അപ്പോൾ ഇവിടെ വെച്ചാണ് നമ്മൾ ഇദ്ദേഹത്തിന്റെ മുക്കാൽ ലൂസ് നായികയെ കാണുന്നത്. ചേച്ചിയാണ് ബീച്ചിൽ ചുമ്മാ ഉയരെ പാരഡി കളിക്കുക, മഴയത്ത് പട്ടിക്കുട്ടിക്ക് കൊട പിടിച്ചു കൊടുക്കുക, കോമാളികളുടെ ഉത്സവത്തിൽ സന്തോഷം കണ്ടെത്തുക എന്നിവയിലൂടെ ഒരു ഫുൾ ടൈം ലൂസ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നു. പക്ഷേ ഇതൊന്നും അല്ലാതെ വേറൊരു സംഭവം കൂടെ ചേച്ചി ചെയ്യുന്നുണ്ട്. അതായത് കപ്പിൾസ് ക്യൂട്ട്നെസ് കാണിക്കാൻ സാധാരണ പടത്തിലൊന്നും ഇല്ലാത്തൊരു സീൻ വേണമല്ലോ. അതിനായിട്ട് ഈ പടത്തിനകത്തൊരു സംഭവം വെച്ചിട്ടുണ്ട്. അതായത് ടൈഗർ അണ്ണൻ വളരെ റൊമാൻറ്റിക് ആയിട്ട് ഫാൻ തുടയ്ക്കാനായിട്ട് ചേച്ചിയെ പൊക്കി പിടിക്കും. താഴെ ഇറങ്ങി ടൈഗർ അണ്ണന് ഒരു ഉമ്മ കൊടുക്കും. അത് ചേച്ചിക്ക് അങ്ങോട്ട് വർക്കായില്ല. ചേച്ചി ഉടനെ ആ തുടച്ചെടുത്ത പൊടിയൊക്കെ കൂടെ അണ്ണന്റെ മുഖത്തോട്ട് തന്നെ കുടഞ്ഞിടും. ഇതിപ്പോ അണ്ണൻ റൊമാൻറ്റിക് ആയതുകൊണ്ട് കുഴപ്പമില്ല. ഇത് തന്നെ കൊല്ലം കുണ്ട്ര ഭാഗത്തോട്ടായിരുന്നു കാണായിരുന്നു പൂരം. പോക്കിരിത്തരം കാണിച്ചു പിന്നെ നിന്ന് മറ്റേ വർത്താനം പറയുന്നു. തെറ്റ് ചെയ്തിട്ട് മര്യാദയ്ക്ക് സംസാരിച്ചപ്പോ നീ തലക്കറിന്ന് ഞരങ്ങുവാ. നീ എന്റെ നേരെ നാ ഉയർത്തിയാൽ പൊലയാടി മാളെ അടിച്ച് നിന്റെ കാരണം ഞാൻ പൊട്ടി. അങ്ങനെ ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് അങ്ങനെ വീട്ടിൽ വന്ന് നോക്കിയപ്പോഴത്തേക്ക് അങ്ങേരും ഗേൾഫ്രണ്ടുമായിട്ടുള്ള ഫോട്ടോ ഇല്ല, അങ്ങേരും അങ്ങേരുടെ ചേട്ടനും മാത്രം. ഭ്രാന്ത് പിടിച്ച് ഓടി ചെന്നിട്ട് ഫോട്ടോ എന്തിനാണ് മാറ്റിയെന്ന് ചോദിച്ചാൽ അമ്മിക്കല്ലും പൊക്കി ചേട്ടനെ അടിക്കാൻ പോകുമ്പോൾ അങ്ങേര് പറയാം അവിടെ പണ്ട് തൊട്ടേ ഇങ്ങേരും ചേട്ടനും കൂടെയുള്ള ഫോട്ടോ തന്നെ ആയിരുന്നു. ശബ്ദം കേട്ട അയൽവക്കത്തുള്ളവർ വിളിച്ച പോലീസിനെ കൂട്ടി ഗേൾഫ്രണ്ടിന്റെ കല്ലറയിലോട്ട് പോകുമ്പോൾ ദാണ്ട് അത് വേറെ ഏതോ അമ്മച്ചിയുടെ കല്ലറയാണെന്ന്. അപ്പം വഴി കൂടെ പോയി അമ്മമ്മയെ വിളിച്ച് സാക്ഷി പറയാൻ പറയും. അപ്പോൾ അവർ പറയും അത് ഏതോ ഒരു തള്ളയുടെ കല്ലറയാണെന്ന്, അണ്ണന് വട്ടാണെന്ന്. ഇതെല്ലാം പറഞ്ഞിട്ട് ഒരു ചിരിയും കൂടെ. ചുമ്മാ ഇളിച്ചോണ്ടിരിക്കാതെ ഒരു കുട്ടി കുറങ്ങന്റെ കൂട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചുറ്റുമുള്ള എല്ലാവരും ഭ്രാന്താന്ന് പറഞ്ഞപ്പോൾ അണ്ണൻ ഫ്ലാഷ് ബാക്കിലോട്ട് ഓടും. അവിടെ കപ്പലിൽ ജോലി ചെയ്യുന്ന അണ്ണൻ ഫ്രീ ടൈം കിട്ടുമ്പോൾ കരയിൽ പോലീസ് ചെയ്യേണ്ട പണി ചെയ്യാറുണ്ട്. ആളുകളുടെ സ്വത്തിനും സമ്പത്തിനും സുരക്ഷ നൽകുക. അതിനായിട്ട് ഇടയ്ക്ക് വഴി നിൽക്കുന്ന ആൾക്കാരുടെ ഐഫോണൊക്കെ എടുത്ത് പ്രതികളുടെ മണ്ടയ്ക്ക് എറിയും. എന്തായാലും ത്രിവിക്രം ശ്രീനിവാസ് ഐഫോണിന് കൊടുത്തതിനേക്കാൾ ഒരു ഗംഭീരമായ പരസ്യം ടൈഗർ അണ്ണൻ ഈ പടത്തിൽ ഐഫോണിന് കൊടുത്തിട്ടുണ്ട്. എറിഞ്ഞ് ഐഫോൺ ഏതാണ്ട് ട്രാക്ടർ കയറി ഇറങ്ങുമ്പോൾ നടുക്കൂടെ ഒടിഞ്ഞ് പറഞ്ഞ് വരും. ഫോൺ നടുക്കൂടെ പൊളിഞ്ഞാൽ എന്താ അവരുടെ പ്രേമം വളരാൻ അതൊരു കാരണമായല്ലോ. പക്ഷെ ആ ഡീൽ മൊത്തത്തിൽ സൈൻ ചെയ്യാനായിട്ട് അണ്ണൻ ചേച്ചി ഫുൾ ലൂസ് ആണെന്ന് ഉറപ്പിക്കണമായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു ദിവസം ഒരു കാര്യമില്ലാതെ ഇവർ സംസാരിച്ചുകൊണ്ടിരുന്നിടത്ത് കുറേ പേര് വന്ന് അടി ഉണ്ടാക്കുന്ന ടൈഗർ അണ്ണൻ കണ്ടത്. ടൈഗർ അണ്ണന് പിന്നെ അനീതി കണ്ടാൽ പ്രതികരിക്കണമല്ലോ. പക്ഷെ അപ്പം അതിലെടുത്ത തോക്കെടുത്ത് അണ്ണനെ ഷൂട്ട് ചെയ്യാൻ പോകും. അപ്പം ചേച്ചി ഒരു കാര്യം ചെയ്യും. അത് കണ്ടപ്പോൾ അണ്ണനും കണ്ടുകൊണ്ടിരുന്ന നമുക്കും ചേച്ചി യഹലോഹ ലൂസാണെന്ന് ഉറപ്പായി. ഇനി അത് ഊഹിക്കാൻ നിങ്ങൾക്ക് ഒരു 10 സെക്കൻഡ് സമയം തന്നാലും നിങ്ങളെ കൊണ്ട് പറ്റില്ല. കാരണം ഇതൊക്കെ വെള്ളം കുടിച്ചിട്ട് ഉപ്പ് തിന്നുന്നവന് മാത്രം എഴുതാൻ പറ്റുന്ന ലെവൽ ഐറ്റംസ് ആണ്. പക്ഷേ ഇത്രയും റൊമാൻറ്റിക് ആയിട്ടുള്ള ഫ്ലാഷ് ബാക്ക് ഒക്കെ അണ്ണന് മാത്രമേ അറിയൂ. ബാക്കി ആരോട് ചോദിച്ചാൽ അണ്ണന് ഭ്രാന്താണെന്ന് തന്നെയാണ് പറയുന്നത്. CCTV പോലും ഒരു തെളിവില്ല. അങ്ങനെ അണ്ണൻ വട്ടാണെന്ന് സ്വയം അംഗീകരിച്ചിരിക്കുന്ന സമയത്താണ് സോനം ചേച്ചി ഒരു പേപ്പർ ചുരുട്ടി എറിയുന്ന കണ്ടിട്ട് പണ്ടം കണ്ടോ ഗേൾഫ്രണ്ടിന്റെ വീട്ടിലൊരു പേപ്പർ ചുരുട്ടി എറിഞ്ഞത് അണ്ണൻ ഓർമ്മ വരുന്നു. പേപ്പർ ചുരുട്ടി എറിയാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ CCTV പോലെ ഫേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ. അങ്ങനെ അണ്ണൻ നേരെ ഗേൾഫ്രണ്ടിന്റെ വീട്ടിലോട്ട് ഓടും. അപ്പം അതാണ്ട് അവിടെ അണ്ണനെ അടിക്കാൻ കുറേ മാസ്ക്ഡ് ഗുണ്ടകൾ വരും. സർട്ടിഫിക്കറ്റ് കിട്ടിയത് അണ്ണന്റെ ക്ലീവേജിനല്ലെന്ന് കാണിക്കാനായിട്ട് കത്തിയിട്ട് കൂട്ടുന്നു, കമ്പിപ്പാരയ്ക്ക് വെട്ടുന്നു, എന്തൊക്കെ. പക്ഷെ ഇതൊക്കെ നടക്കുമ്പോഴും അണ്ണൻ ആ ഗുണ്ടകളോട് ഒരു കാര്യമേ ചോദിച്ചുള്ളൂ. நான் மறுபடியும் கேட்கிறேன். ராஜசேகர் சாகரப்போ தயாளு காதல ஏதோ சொன்னா என்ன சொன்னான்னு யாருக்காவது தெரியுமா? പക്ഷെ ശരിക്കും ടൈഗർ അണ്ണൻ ഗുണ്ടകളോട് ചോദിച്ചാൽ ആരാണ് നിങ്ങളെ ടൈഗറിനെ വേട്ടയാടാൻ വിട്ടത് എന്നാണ്. അങ്ങനെ ചോദിച്ച് അവരെ ചുറ്റിയെ കടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ചുറ്റിയെ കൊണ്ട് ഭിത്തി ഒളിഞ്ഞ ചേച്ചി അണ്ണനും കൂടിയുള്ള ഒരു ഫോട്ടോ കാണുന്നത്. തലപൊട്ടാത്തൊരു ഗുണ്ടയെ വിളിച്ച് അത് ഹാലുസിനേഷൻ അല്ലെന്ന് കൺഫേം ചെയ്യുകയും ചെയ്തു. എന്നിട്ടൊരു ഉമ്മയും കൊടുക്കും. അപ്പോൾ നമുക്കും തോന്നും ആരാണ് ടൈഗർ അണ്ണനെ വരെ പറ്റിച്ച് ചേച്ചി ജീവിച്ചിരുന്ന തെളിവുകളെല്ലാം നശിപ്പിച്ചതെന്ന്. അപ്പോൾ ഈ പോയിന്റിലാണ് നമ്മൾ യഥാർത്ഥ വില്ലനെ കാണുന്നത്. സഞ്ജയ് ദത്ത് സാർ അവതരിപ്പിക്കുന്ന കൊടൂര് ഇറച്ചി വെട്ടുകാരൻ ചാക്കോ ആണ് ആ വില്ലൻ. അങ്ങനെ ഇൻട്രോ തന്നെ ഫയറാണ്. ഫയർ എന്ന് പറഞ്ഞാൽ തീ, ചുറ്റും തീ. അതിന്റെ നടുക്ക് നിന്ന് ആരെയോ വെട്ടിക്കൂട്ടുന്ന ചാക്കോ സാർ. ജീവിക്കാൻ വേണ്ടി കൊല്ലുന്ന നായകനും കൊല്ലാൻ വേണ്ടി ജീവിക്കുന്ന വില്ലന്. ഇവർക്ക് രണ്ടുപേർക്കും ഇഷ്ടം പട്ടിക്കുട്ടിക്ക് കൊട പിടിച്ചു കൊടുക്കുന്ന ചേച്ചിയെ. മണിപ്പൂരുകാരുടെ ടിക്ടോക്ക് റീലിൽ ഇതിനേക്കാൾ നല്ല കഥയുണ്ടാവും. അപ്പോൾ അണ്ണന് വട്ടൊന്നുമില്ലെന്ന് മനസ്സിലായപ്പോൾ അണ്ണൻ കള്ളം പറഞ്ഞ് ഓരോരുത്തരായിട്ട് കാണാൻ പോകും. എല്ലാവരും വില്ലൻ്റെ ആളുകൾ വന്ന് കൊല്ലും. പക്ഷെ അപ്പോഴും പ്രതീക്ഷ നഷ്ടപ്പെടാതെ അണ്ണൻ വീണ്ടും കൊക്കയുടെ തുഞ്ചത്ത് ഡോറും തുറന്നിട്ട് ബീഡിയും വലിച്ച് ഫ്ലാഷ് ബാക്ക് ഓർക്കും. ഇവന് ഭ്രാന്തില്ലെന്ന് ആരാ പറഞ്ഞേ. എന്തായാലും ഫ്ലാഷ് ബാക്കിൽ അണ്ണൻ ഒരു പർപ്പിൾ കളർ കാറുമായിട്ട് ചേച്ചിയെ പിക്ക് ചെയ്യാൻ ഒരു ഫോസ്റ്റർ ഹോമിൽ പോകും. എന്നിട്ട് ആ കാറിൽ രണ്ടുപേരും കൂടെ തിരിച്ചു പോകുന്ന വഴിക്കാണ് ആക്സിഡന്റ് നടക്കുന്നത്. ഇനി പെട്ടെന്ന് പർപ്പിൾ ആയിരുന്ന കാർ മാറി ബ്ലാക്ക് ആയതൊക്കെ പോട്ടെ. ചേച്ചി ഫോസ്റ്റർ ഹോമിലെ മാമിയെ കുറിച്ച് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നാക്ക് മായിലോട്ട് ഇട്ടപ്പോഴേ നേരെ പോയിക്കൊണ്ടിരുന്ന കാറിൽ ലോറി കിടിക്കാൻ പാകത്തിന് റോഡിന്റെ കുറുകയായി. അപ്പൊ പിന്നെ ലോറി ഒന്ന് ഇടിച്ചാൽ കുറ്റം പറയാൻ പറ്റുമോ? എന്താണ് ടൈഗർ സാർ ഇത്? ലോജിക്കൊക്കെ നോക്കണ്ടേ?
അങ്ങനെ ഈ ലോറി ഇടിച്ച് നിന്ന് കത്തി തെറിച്ച് പോയ കാറിൽ ചേച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ അണ്ണൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ചേച്ചിയും ജീവിച്ചിരിപ്പുണ്ടായിരിക്കണമല്ലോ. അങ്ങനെ അത് കണ്ടുപിടിക്കാനായിട്ട് ആ ഫോസ്റ്റർ ഹോമിൽ അമ്മച്ചിയെ തപ്പിപ്പോകും. അപ്പോൾ അവർ പറയും അവരെ ആരോ ഭീഷണിപ്പെടുത്തി കള്ളം പറയിപ്പിച്ചതാണെന്ന്. അപ്പോഴേക്കും അവരെ കൊല്ലാൻ ആൾ വരും. അണ്ണൻ അവരെയൊക്കെ അടിച്ചോടിക്കും. പക്ഷെ അതിലെ മെയിൻ ആളിൻ്റെ ഫോൺ അണ്ണൻ എടുത്ത് നോക്കിയപ്പോൾ അണ്ണൻ ഞെട്ടി. സോനം ചേച്ചിയുടെ നമ്പർ. സോനം ചേച്ചിയെ കൊല്ലാനുള്ള ദേഷ്യമായിട്ടാണ് അണ്ണൻ പോയതെങ്കിൽ സോനം ചേച്ചി അണ്ണനെ കൊല്ലാൻ വന്നവരെ വെച്ച് ചെയ്യறத பார்த்து അണ്ണൻ്റെ മനസ്സിൽ എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. കാരണം ഇമ്മാതിരി കത്തിക്കുത്ത് നടക്കുന്നതിനിടയ്ക്ക് പഞ്ചാബി സുവിശേഷ ഗാനമൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ഇടുന്നുണ്ട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അണ്ണനെ കൊല്ലാൻ വിട്ടവന്മാരുടെ ഡെഡിക്കേഷനും പ്രിസിഷനും സമ്മതിച്ചേ പറ്റും. അണ്ണനെ കുത്താനായിട്ട് ഒരുത്തൻ ബാർബിക്യൂ നീഡിൽ എടുത്തുകൊണ്ട് പോയി. എന്നിട്ട് ആ നീഡിൽ തന്നെ കൈക്ക് കുത്തും മേടിച്ചു. പക്ഷെ എന്നിട്ടും ആ മഹാമനുഷ്യൻ തളർന്നില്ല. പെട്ടെന്ന് തന്നെ വേറെ ഇവിടുന്ന് ഒരു നീഡിലെടുത്ത് അണ്ണനെ കുത്താൻ പോകും. ഇതിവിടെ നടക്കുമ്പോൾ അപ്പുറത്ത് സോനം ചേച്ചി ഒരു ഫീമെയിൽ ഗുണ്ടായിട്ട് ഭയങ്കര അടി എന്ന് പറഞ്ഞാൽ രക്തം തെരിക അടി. അത് കാണണമെങ്കിൽ തന്നെ ഒരു വല്ലാത്ത മനക്കട്ടി വേണം. എന്നാൽ ഈ ഫൈറ്റൊക്കെ നടക്കുന്നതിനിടയ്ക്ക് നമ്മുടെ വില്ലൻ വിട്ട ഷാർപ്പ് ഷൂട്ടർ കഴുക നോക്കുന്ന പോലെ ഇങ്ങനെ നോക്കിയിരുന്നിട്ട് കറക്റ്റായിട്ട് അണ്ണനെ തന്നെ വെടിവെക്കാതെ ചേച്ചിയെ വെടിവെക്കുക. അത് ഒരു തവണയല്ല 2 തവണ. മരിക്കുന്നതിന് മുമ്പ് അണ്ണൻ്റെ ഗേൾഫ്രണ്ട് ജീവിച്ചിരിപ്പുണ്ടെന്ന് സോനം ചേച്ചി പറയും. അങ്ങനെ അണ്ണൻ ചേച്ചിയെ അവിടെ കളഞ്ഞിട്ട് പാതിരാത്രിക്ക് സെമിത്തേരിയിലെ കല്ലറ കുത്തി തുറന്ന് നോക്കിയപ്പോൾ അതിൽ കെട്ടിക്കൊടുത്തുവിട്ട ബോഡിക്ക് വരാൻ മണ്ണാങ്കട്ടയും കരിയിൽ. എന്നാൽ ഇത്രയും ബുദ്ധിയുള്ള വില്ല മണ്ണിനടി കുഴിച്ചിട്ടിരിക്കുന്ന പെട്ടിക്കകത്ത് എന്തിനാണ് ഇറ്റാലിയൻ മാർബിൾസ് ഒക്കെ കൊണ്ടുവന്നിട്ടിരിക്കുന്നത്? ആരെങ്കിലും പെട്ടി കട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ അതിനകത്ത് ബോഡി ഉണ്ടെന്ന് വിശ്വസിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും അല്ലേ? അപ്പോൾ നമ്മുടെ ചേച്ചിയെ ശരിക്കും ചാക്കോ ചങ്ങലക്കിട്ട് കിടത്തി കാവലിനായിട്ട് ഒരു ഗൂഗിൾ 3D കിട്ടുന്ന ഒറിജിനൽ കടുവയെ നിർത്തിയിട്ടുണ്ട്. പുലിയെ കണ്ടപ്പോൾ പോലും ചേച്ചി ജസ്റ്റ് ഒന്ന് പേടിച്ചേ ഉള്ളൂ. പക്ഷേ ചുറ്റുമുള്ള ചോറ്റയിൽ മൊത്തം ചേച്ചിയുടെ ഫോട്ടോഷൂട്ട് പടങ്ങൾ കണ്ടപ്പോൾ ചേച്ചി ഞെട്ടി തരിച്ച് പാണ്ടാരം തുടങ്ങി. അപ്പോൾ തന്നെ ചാക്കോ സാർ വന്ന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും. പക്ഷേ ചേച്ചി അങ്ങോട്ട് അടുക്കുന്നില്ല. അകാലത്തിൽ അന്തരിച്ചു പോയ എന്റെ പ്രിയപ്പെട്ട മുറപ്പെണ്ണ് എന്റെ ചെമ്പഴത്തിയുടെ മുഖസാദൃശ്യമുള്ളതിന്റെ പേരിൽ നിന്നെ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ചാക്കോ സാറിന് ഒരു കാമുകി ഉണ്ടായിരുന്നു. കാണാൻ അച്ചസൽ നമ്മുടെ ചേച്ചിയെ പോലെ തന്നെ ഇരിക്കുന്ന വേറൊരു ചേച്ചി. ചാക്കോ സാർ ഗുണ്ടയായിരുന്നെങ്കിൽ ചേച്ചി ഗുണ്ടിയായിരുന്നു. ഭീകരി എന്ന് പറഞ്ഞാൽ കൊടും ഭീകരി. അതായത് പബ്ബിൽ വെച്ച് കണ്ടെടുത്ത ചേച്ചിയെ കയറി പിടിക്കാൻ നോക്കിയെന്ന് പറഞ്ഞാൽ അവനെ അവൻ്റെ 300 ബോഡി ഗാർഡുകളെയും കൂടെ ഒരു റൂമിലോട്ട് വിളിച്ചുകൊണ്ട് പോയിട്ട് സ്ത്രീകളുടെ ദേഹത്ത് തൊടുന്നവൻ്റെ കൈയല്ല തലയാണ് വെട്ടേണ്ടതെന്നൊക്കെ ബാഹുബലി പറഞ്ഞിട്ടുണ്ടെങ്കിലും ചേച്ചിക്ക് കൈ മതി. ചേച്ചിൽ അവൻ്റെ കൈ വെട്ടിക്കൊണ്ട് ചാക്കോ സാറിന് കൊണ്ടുവന്ന് കാണിക്കാൻ വെക്കും. അങ്ങനെയാണെങ്കിൽ അപ്പോൾ വെട്ടിയിട്ട വിരലിൽ ഏതാണ് ഫിംഗർ പ്രിന്റിൽ വർക്ക് ചെയ്യുന്നതെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ചക്കിക്കൊത്ത ചങ്കരൻ. എന്തായാലും ഇനി അടുത്ത കൈ വെട്ടുന്നതിന് മുമ്പ് ചേച്ചി അങ്ങ് കെട്ടിയേക്കാന്ന് ചാക്കോ സാർ തീരുമാനിക്കും. പക്ഷേ മറ്റേ കൈ വെട്ടി മാറ്റിയവൻ്റെ ഗുണ്ടകൾ കയറി വന്ന് പറ വെടി അങ്ങ് തുടങ്ങും. അങ്ങനെ പിന്നെ ചാക്കോ സാറും ചേച്ചിയും കൂടെ കല്യാണമൊക്കെ പിന്നെ ആവാം ഇപ്പോൾ അടിയന്തരമാട്ടെ എന്ന് പറഞ്ഞ് വെടിവെക്കാൻ വന്നവരെ കത്തിക്കുത്തിലൂടെ നേരിടും. ഈ ഫൈറ്റ് ഭയങ്കര ബ്രൂട്ടലാണെന്ന് കഴിഞ്ഞാൽ ബക്കറ്റിലൊക്കെ ബ്ലഡ് വാരി ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ ചേച്ചി തട്ടിപ്പോയതിനു ശേഷം ചേച്ചിയെ ഉയർത്തെഴുന്നേൽപ്പിക്കണമെന്നുള്ള ആവശ്യമായിട്ട് ചാക്കോ സാർ ചർച്ചിലെത്തി. ഈ സീൻ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ, പിന്നെ ഉപകാരപ്പെടും. അങ്ങനെ ചാക്കോ സാറിൻ്റെ പ്രാർത്ഥന കേട്ട കർത്താവ് 3 ദിവസം 3 മിനിറ്റ് കൊണ്ട് കളർ ഫോട്ടോസ്റ്റാറ്റ് പോലും തോറ്റു പോകുന്ന രീതിയിൽ നമ്മുടെ ടൈഗർ അണ്ണൻ്റെ ഗേൾഫ്രണ്ടിനെ മുന്നിൽ കൊണ്ട് നിർത്തും. അപ്പോഴാണ് നമ്മുടെ ചേച്ചി വെക്കടാ വെടി എന്ന് പറഞ്ഞ് ടൈഗർ അണ്ണന് കിട്ടേണ്ട വെടി സ്വയം മേടിക്കാനായിട്ട് ചെന്ന് നിന്ന് കൊടുത്തത്. ചേച്ചിയുടെ രൂപസാദൃശ്യവും ലൂസത്തനവും രണ്ടും ചാക്കോ സാറിന് ഇഷ്ടപ്പെട്ടു. അപ്പം തന്നെ ചേച്ചിയെ കയറി പിടിച്ച് അവൻ്റെ കൈയും വെട്ടി ടൈഗർ അണ്ണനെ കൊല്ലാൻ ആക്സിഡൻറ്റിനെ സെറ്റ് ചെയ്യും. ഇനി ഇതെല്ലാം കേട്ട് അന്തിച്ചിരിക്കുന്ന ചേച്ചിയോട് ചാക്കോ സാറിൻ്റെ ഒരു ചോദ്യമുണ്ട്. നിനക്ക് പ്രാന്താളി വേടാ പന്നി. എന്തായാലും ചേച്ചി അവിടെ പെട്ടു. പക്ഷേ ചേച്ചി ഇടയ്ക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഒരു ശ്രമം നടത്തിയായിരുന്നു. ചേച്ചി അവിടെ നിന്ന് ഇറങ്ങി ഓടി രക്ഷപ്പെടാൻ നേരം അങ്ങേരെ കത്തി കാണിച്ച് പേടിപ്പിക്കും. കൈവെട്ട് ചാക്കോയ്ക്ക് കത്തി എന്ത് പൂടാ. അങ്ങേരെ ആ കത്തി അങ്ങേറെ നെഞ്ചിലോട്ട് തന്നെ കുത്തി ഇറക്കും. പക്ഷെ ചാക്കോ ആള് മാന്യനാണ്. കൈയൊക്കെ ചുമ്മാ വെട്ടുവെന്നേ ഉള്ളൂ. പക്ഷേ ഒരു സ്ത്രീയുടെ അനുവാദമില്ലാതെ അവരുടെ ദേഹത്ത് പോലും തൊടില്ല. അപ്പോൾ ചേച്ചി കല്യാണത്തിന് സമ്മതിക്കണമെങ്കിൽ ടൈഗർ അണ്ണൻ ചേച്ചിയെ മറന്നിട്ട് വേറെ ആരുടെ കൂടെയാണെന്ന് ചേച്ചിയെ ബോധിപ്പിക്കണം. അങ്ങനെ ചാക്കോ സാറ് ടൈഗർ അണ്ണന് സോനം ചേച്ചിയായിട്ടുള്ള ഫോട്ടോസ് കൊണ്ടുവന്ന് കാണിക്കും. അണ്ണനോട് ചോദിച്ചപ്പോൾ അണ്ണനും അത് സത്യമാണെന്ന് സമ്മതിക്കും. കേട്ട പട ചേച്ചി ചാക്കോ സാറുമായിട്ടുള്ള കല്യാണത്തിന് സമ്മതിക്കും. ടൈഗർ അണ്ണനെ അവന്മാർ തൂക്കി എടുത്തുകൊണ്ട് ചങ്ങല കെട്ട് ഷോക്ക് അടിപ്പിക്കും. ഒരു പഞ്ചായത്ത് മുഴുവൻ ഇരിച്ച് പണ്ടാരടക്കാൻ പറ്റുന്ന കറണ്ടെല്ലാം കൂടെ അണ്ണൻ്റെ അണ്ണാക്ക് വഴി തള്ളി കൊടുത്തിട്ട് അണ്ണൻ നല്ല പുഷ്പം പോലെ എഴുന്നേറ്റ് വന്നിട്ട് അവന്മാരെല്ലാം ഇറച്ചി വെട്ടുന്ന പോലെ വെട്ടും. എന്നിട്ട് ചെന്ന് ചാക്കോ സാറിനെ തൂത്ത് വരി എടുത്തിട്ട് അടിക്കും. അടി കൊണ്ട് ചാവാത്ത ചാക്കോ സാറ് പ്രതിമ തലയെ വീണ് പടവാകും. ഫോട്ടോ സ്റ്റാറ്റാടാ കേക്കറ. എന്തായാലും അവരെ ഇത്രയും സുഖിപ്പിച്ച, അവരെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിച്ച, ഒരുപാട് പേരുടെ സന്തോഷത്തിന് കാരണമായ മഹാനായ ചാക്കോ സാറിൻ്റെ കല്ലറയിൽ മോതിരം വെച്ച് ടൈഗർ അണ്ണനും ചേച്ചിയും പ്രാർത്ഥിക്കുന്നിടത്ത് പടം എൻഡ്. ഇതിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടാണ് നിങ്ങൾക്കൊരു നിരാശ. പക്ഷേ ഈ പടമൊക്കെ നിങ്ങൾ തിയേറ്ററിൽ കണ്ടിരുന്നെങ്കിൽ സ്കൂൾ ബാഗിന് വാട്ടർ ബോട്ടിൽ ഫ്രീ പോലെ ബാഗി 4 ടിക്കറ്റ് എടുത്താൽ ടൈഗർ അണ്ണൻ്റെ ഷർട്ടൊക്കെ ഫ്രീ ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും കൊണ്ട് ടൈഗർ അണ്ണൻ നിർത്തുന്നത് നീ ഒന്നും വിചാരിക്കണ്ട. പുലി 2 അടി പതുങ്ങുന്നത് 4 അടി മുന്നോട്ട് ചാടാനാണ്. ആ അടിയൊക്കെ നിൻ്റെയൊക്കെ കവാലത്ത് വീഴുകയും ചെയ്യും. ഇതേപോലെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവൻ പണ്ടാരം തുടങ്ങിയാലും വേണ്ടില്ല എന്ന് പറഞ്ഞ് പാർട്ടായിട്ട് പടം ഇറക്കി കാണുന്നവനെ പീസ് ആക്കുന്നതിൽ മിടുക്കനാണ് ലോറൻസ് അണ്ണൻ. കാഞ്ചനയൊക്കെ എല്ലാവർക്കും അറിയാലോ. പക്ഷേ ഇതിനിടയ്ക്ക് പ്രഭാസ് അണ്ണൻ്റെ വിശ്വരൂപം കാണിച്ചു തരാമെന്ന് പറഞ്ഞൊരു കോൺട്രാസെപ്ഷണൽ മാസ്റ്റർ പീസ് അങ്ങനെ ഇറക്കി വിട്ടിരുന്നു. കണ്ടിട്ടില്ല? കാണിച്ചു തരാം.